ഡൽഹിയിൽ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. 2 സ്കൂളുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. ആർ.കെ. പുരത്തെ DP സ്കൂളിലും പശ്ചിമബംഗാളിലെ GD ഗോയങ്ക സ്കൂളിലുമാണ് സന്ദേശമെത്തിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇതൊക്കെ വ്യാജ ഭീഷണിയാണെന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? ഉന്മേഷ്, ഈ കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ക്രമസമാധാന നില ഇത്രത്തോളം തകർന്ന ഒരു അവസ്ഥ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ തുടർച്ചയായി ഇത്തരം സ്കൂളുകൾക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു. ആ ഭീഷണി വ്യാജം എന്ന് തന്നെയാണ് ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഇതുവരെയുമുള്ള പോലീസിന്റെ വിലയിരുത്തൽ. ഇത്ര മണിക്കൂറുകളായി നീണ്ട പരിശോധനയിലും യാതൊരു അസ്വാഭാവികമായ വസ്തുക്കളോ ബോംബുമായി ബന്ധമുള്ള മറ്റെന്തെങ്കിലുമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 6:15 ഡൽഹിയിലെ വിവിധ സ്കൂളുകൾക്ക് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം ലഭിച്ചു തുടങ്ങിയത്. ആദ്യ ഭീഷണി ലഭിച്ചത് പശ്ചിം ബിഹാറിലെ GD ഗോയങ്ക സ്കൂളിനാണ്. തുടർന്ന് ആ സ്കൂളിൽ ഇന്ന് അവധി നൽകുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തു, പോലീസിനെ അറിയിച്ച്. പിന്നീട് ഡൽഹി പബ്ലിക് സ്കൂൾ, ആർ.കെ. പുരം ഡൽഹി പബ്ലിക് സ്കൂളിലും ഇത്തരം സന്ദേശം ലഭിച്ചു. 40ഓളം സ്കൂളുകൾക്കാണ് സമാനമായ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഈ ഭീഷണി സന്ദേശം ഇമെയിൽ വഴിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് $30,000 തങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ സ്കൂളുകൾ ബോംബ് വെച്ച് തകർക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്കൂളിൽ പലയിടത്തായി പല ബോംബുകൾ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നുമാണ് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിലുള്ള യാതൊരു വസ്തുക്കളും കണ്ടെത്തിയിട്ടില്ല. സന്ദേശം വ്യാജമാണ്, അല്ലെങ്കിൽ ഭീഷണി വ്യാജമാണ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. സമാനമായി 2 മാസം മുമ്പും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം 86 സ്കൂളുകൾക്ക് ലഭിച്ചിരുന്നു. പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൽ വിദേശത്തു നിന്നുള്ള ഇമെയിൽ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.